നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവ് ലഭിക്കുകയോ നിങ്ങളോട് പറയാത്ത മറ്റേതെങ്കിലും ഒരു സുവിശേഷം പറയുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശയം. അപ്പൊ എന്താണ് കല്യാണ നിശ്ചയം ചെയ്തിരിക്കുന്ന ദൈവമക്കളുടെ കല്യാണം നടക്കാതെ പോകാതെ ഇരിക്കാനുള്ള മുഖാന്തരങ്ങൾ? യേശു മാറിപ്പോകുന്നു, സുവിശേഷം മാറിപ്പോകുന്നു, ആത്മാവ് മാറിപ്പോകുന്നു. ഇനി അതിന്റെ ഓർഡറുകൾ ഞാൻ പറയാം. ആത്മാവ് ആദ്യം മാറുന്നു, അപ്പോൾ സുവിശേഷം ആദ്യം മാറുന്നു, അപ്പോൾ യേശുവും മാറിപ്പോകും. ആത്മാവും സുവിശേഷവും മാറിയാൽ ആര് മാറിപ്പോകും? അതെന്താ കാര്യം? കന്യക മറിയാമിൽ യേശു ക്രിസ്തു ഗുരുവായത് ദൈവം പറഞ്ഞു വിട്ട വചനം ഗബ്രിയേൽ പറഞ്ഞു, അത് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസ്യത്തിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ആ വചനം കന്യക മറിയാം ഏറ്റെടുത്തപ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ട് കന്യക മറിയാമിന്റെ ഹൃദയത്തിൽ യേശു ഗുരുവാകുകയും ഓരോ അവരുടെ ഗർഭപാത്രത്തിൽ ഇടപെടുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ വചനവും ആത്മാവും ഒരുമിച്ച് ക്രിയ ചെയ്യുമ്പോൾ യേശുവിനും ഒരു ഗുരുവാകാൻ സാധിച്ചത്. ഇന്നും വീണ്ടും ജനനം എന്ന് പറയുന്നത്, ഒരാൾ ക്രിസ്തുവിൽ ജനിക്കുക എന്ന് പറയുന്നത്, വെള്ളത്താൽ മാതാവിനാൽ ജനിക്കുക എന്ന് പറയുന്നത് സുവിശേഷ വചനവും ദൈവത്തിന്റെ ആത്മാവും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. വിവാഹിതർക്ക് അറിയാം, സ്ത്രീ പുരുഷ ബീജസങ്കലനത്താൽ ഒരു പുതുജനനം നടക്കുന്നു. അതുപോലെ ദൈവത്തിന്റെ കെടാത്ത വിത്തായിരിക്കുന്ന വചനവും ആത്മാവും കൂടെ യോജിക്കുമ്പോൾ ഈ വീണ്ടും ജനനം നടക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് എന്താ മാറിപ്പോകുന്നത്? ഇനി അതിന്റെ ശരിയായ ഓർഡറിൽ മാറട്ടെ. പറയുന്നവന്റെ അകത്തെ ആത്മാവ് മാറിയതിനു ശേഷം അവന്റെ വായിലൂടെ ആദ്യം വീഴുന്ന സുവിശേഷ വചനങ്ങൾ, സുവിശേഷം മാറിപ്പോകും. സുവിശേഷം മാറിപ്പോകുമ്പോൾ ആ സുവിശേഷത്തിന് അനുയോജ്യമായിട്ട് വ്യാപരിക്കുന്ന ആത്മാക്കൾ ഒത്തിരിയുണ്ട്. സാക്ഷാൽ ജീവനുള്ള സുവിശേഷം പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നതിലൂടെ പ്രവർത്തിക്കും. സുവിശേഷം മാറിപ്പോയാൽ ദൈവത്തിന്റെ ആത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേറെ ആത്മാവ് വന്ന് പ്രവർത്തിക്കും. ഇതാണ് സംഭവിക്കുക. അങ്ങനെ പ്രവർത്തിച്ച് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം, അവസാനം സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാ സംഭവിക്കുന്നതെങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ടത് കർത്താവല്ല, നമ്മളാ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് വിവേചനം വേണം? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, രണ്ട് യേശു ഉണ്ട്, രണ്ട് ആത്മാവുണ്ട്, രണ്ട് സുവിശേഷമുണ്ട്. അപ്പോ എന്താണ് ഈ പറയുന്നത്? ഇനി നമ്മുടെ ആനുകാലിക സംഭവത്തിലേക്ക് വരാം. ഇതാ ഒറിജിനൽ യേശു, അതിന് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് യേശു. ഇതാ ഒറിജിനൽ സുവിശേഷം, അതിന് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് സുവിശേഷം. ഇതാ ഒറിജിനൽ ആത്മാവ്, അതിന് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആത്മാവ്. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒറിജിനൽമാരും ഇവിടെയുണ്ട്, ഡ്യൂപ്ലിക്കേറ്റുമാരും ഇവിടെയുണ്ട്. രണ്ട് യേശു ഉണ്ട്, രണ്ട് ആത്മാവുണ്ട്, രണ്ട് സുവിശേഷം ഉണ്ട്. വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇത് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായിരുന്ന പൗലോസ് 2 കൊരിന്ത്യർ 11 അധ്യായത്തിലൂടെ ഭാവികാല പ്രവചനമായി പറഞ്ഞ പ്രവചനമാണ്. ഇത് സംഭവിക്കാൻ പോകുന്നു എന്ന്. ഇന്ന് ഈ പ്രവചനം കഴിഞ്ഞിട്ട് 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ട് ഇത് 21-ാം നൂറ്റാണ്ടാണല്ലോ. എത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോഴാണ് നമ്മൾ ഇതൊരു യാഥാർത്ഥ്യമാകുന്നത് മനസ്സിലാക്കിയത്. ഇത് യാഥാർത്ഥ്യമാകുന്നത് മനസ്സിലാക്കാൻ ദൈവദാസന്മാർ തന്നെ മനസ്സിലാക്കുമോ? ദൈവമക്കൾ തന്നെ മനസ്സിലാക്കുമോ? അപ്പോൾ എന്ത് സംഭവിക്കണം? ഇത് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രവർത്തന പദ്ധതി എങ്ങനെയെങ്കിലും ഒന്ന് സംജാതമാക്കണം. അതുകൊണ്ട് ഞാൻ ഏറ്റവും നന്നായി വിശ്വസിക്കുന്നു, ഈ പ്രവർത്തനങ്ങളുടെ പേരിൽ, ഈ കാണുന്നതിന്റെ പേരിൽ, ഈ കേൾക്കുന്നതിന്റെ പേരിൽ, ഈ ജനം അറിയുന്നതിന്റെ പേരിൽ, ജനത്തിന്റെ ഈ പോലീസിന്റെ പ്രവർത്തനത്തിന്റെ പേരിൽ, പാർട്ടികളുടെ പ്രവർത്തനത്തിന്റെ പേരിൽ, മതവൈരാഗ്യത്തിന്റെ മതക്കാരുടെ പ്രവർത്തനത്തിന്റെ പേരിൽ എല്ലാം ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ ലോകം അറിയപ്പെടുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു കരമുണ്ട്. എന്തുകൊണ്ടാ ഇതൊന്ന് തിരിഞ്ഞേ പറ്റുള്ളൂ. ആത്മാവ് ഏതാണെന്നൊന്ന് തിരിഞ്ഞേ പറ്റത്തുള്ളൂ. സുവിശേഷം ഏതാണെന്നൊന്ന് തിരിഞ്ഞേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളെപ്പോലെ ആരെങ്കിലും പാപങ്ങൾ പറഞ്ഞോണ്ടെന്ന് കിടഞ്ഞാൽ അവര് ഭ്രാന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ, അല്ലേ? അതങ്ങനെയാണ്. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ വലിയ ഒരു പ്രവർത്തനമാണ്. ഇത് പ്രവചനത്തിന്റെ നിവർത്തിയാണ്. അപ്പോൾ ഹൈന്ദവ മതത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായ സന്യാസിമാർ ധാരാളമുണ്ട്. അവരുടെ മതത്തെ സംബന്ധിച്ചിടത്തോളം, അവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം കലതീർന്ന യഥാർത്ഥ സന്യാസിമാരുണ്ട്, കള്ള സന്യാസിമാരുണ്ട്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ദൈവമക്കളുമുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ദൈവമക്കളുമുണ്ട്. യഥാർത്ഥ ദൈവദാസന്മാരുമുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ദൈവദാസന്മാരുമുണ്ട്. മതമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ പൗരോഹിത്യ വൃന്ദത്തിൽ
പെട്ടവരുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് പൗരോഹിത്യ വൃത്തത്തിൽ പെട്ടവരുമുണ്ട്. ശരിയല്ലേ? അപ്പോ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം വെളിച്ചത്ത് വരേണ്ടത് വളരെ ആവശ്യം. ന്യായവിധിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, അറയ്ക്കുള്ളിൽ മന്ത്രിച്ചത് തുറമുകളിൽ കേൾക്കുന്ന ഒരു കാലം വരും. കർത്താവിന്റെ പ്രവചനമാണ്. ഇന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? അതെല്ലാം അപ്രകാരം സംഭവിക്കും. ഇരുട്ടത്ത് പറഞ്ഞത് വെളിച്ചത്ത് ആകും, അറയ്ക്കുള്ളിൽ മന്ത്രിച്ചത് തുറമുകളിൽ ഘോഷിക്കപ്പെടും. ഇതെല്ലാം നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദൈവിക തൃത്വം പോലെ തന്നെ അതിന് ബദലായിട്ട് ഒരു സാത്താന്യ തൃത്വമുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതാണല്ലോ സാത്താന്യ ദൈവികമായ തൃത്വം. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 28:19 2 Corinthians 13:14 പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അതിന്റെ നാമത്തിൽ സ്നാനം. പിന്നത്തെ കൊരിന്ത്യ ലേഖനത്തിൽ എന്താ പറയുന്നത്? അവരുടെ ആശംസ പിതാവായ ദൈവത്തിന്റെ, പുത്രനായ ദൈവത്തിന്റെ, പരിശുദ്ധാത്മാവിന്റെ കൃപ കൂട്ടായ്മ. അങ്ങനെ തൃത്വനാമത്തിൽ ആശംസ, തൃത്വനാമത്തിൽ സ്നാനം, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോ 3 വ്യക്തിത്വങ്ങളുണ്ട്, ദൈവിക തൃത്വമുണ്ടെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സാത്താന്യ തൃത്വമുണ്ട്. അതെവിടെയാ? വെളിപ്പാട് 16:13 പറഞ്ഞിരിക്കുന്നു സാത്താന്യ തൃത്വം. വെളിപ്പാട് 20:10 പറഞ്ഞിരിക്കുന്നു സാത്താന്യ തൃത്വം. അതിന്റെ പേരെന്താ? മഹാസർപ്പം, മൃഗം, കള്ളപ്രവാചകൻ. മഹാസർപ്പം, മൃഗം, കള്ളപ്രവാചകൻ. പിതാവിന്റെ സഹനത്തിൽ ഇപ്പറേ നിൽക്കുന്നത് മഹാസർപ്പം. അവനെ കുറിച്ചാണ് പറഞ്ഞത്, സർപ്പം ഔവയെ ഉപായത്താൽ ചലിച്ചു എന്ന് പറഞ്ഞത്. മഹാസർപ്പം പിശാച് അല്ലെങ്കിൽ സാത്താൻ. ഇപ്പുറത്തെ യേശു ക്രിസ്തുവിന് ബദലായി ഇവിടെ നിൽക്കുന്നു മൃഗം, ആന്റി ക്രൈസ്റ്റ് ഇവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ കള്ളപ്രവാചകൻ, പരിശുദ്ധാത്മാവിന് എതിരെ ഇപ്പറേ നിൽക്കുന്നു കള്ളപ്രവാചകൻ. വെളിപ്പാട് പുസ്തകം നമ്മളിത് വായിച്ചത് ഇവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. വെളിപ്പാട് 16:13 അതുണ്ട്. മഹാസർപ്പം, മൃഗം, കള്ളപ്രവാചകൻ എന്നിവരുടെ വായിൽ നിന്ന് തവളയെ പോലെ 3 ആത്മാക്കൾ പുറത്തു ചാടുകയും ആ 3 ആത്മാക്കൾ ലോകം മുഴുവൻ വ്യാപരിക്കുകയും ദൈവത്തിനെതിരായി ആളുകളെ കൂട്ടുകയും ചെയ്തു എന്നാണ് വെളിപ്പാട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 പേരുടെ വായിൽ നിന്ന് തവളയെ പോലെ ആത്മാക്കൾ ചാടിപ്പോകുന്നത് ഞാൻ കണ്ടു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ ദർശനത്തിൽ പറയുന്നത്. അത് മനുഷ്യർക്ക് കാണാവുന്ന ആത്മാവല്ല. ഒരു മനുഷ്യന്റെ വായിൽ കൂടെ തവളയാടുന്ന കണക്ക് ഒരു ആത്മാവ് ചാടിപ്പോവുകയാണോ? അല്ല. അവരിൽ നിന്ന് പുറപ്പെട്ട ദുരാത്മാക്കൾ, അവരിൽ നിന്ന് പുറപ്പെട്ട മറ്റാത്മാക്കൾ, അത് ഭൂലോക ജാതികളെ ദൈവത്തിനെതിരെ തിരിക്കുന്ന ആത്മാ വ്യാപാരമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവികമായ തൃത്വം ഉള്ളതുപോലെ തന്നെ അത് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ എന്തുണ്ടായത്? ഡ്യൂപ്ലിക്കേറ്റ് സാത്താന്യ തൃത്വം ഉണ്ടായത്. ഇവർക്ക് 3 പേർക്കും പ്രവർത്തനമുണ്ട്, ദൈവത്തിനും പ്രവർത്തനമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനോടുള്ള ബന്ധത്തിലാണ് പൗലോസ് പറഞ്ഞത്, ഇനി 2 യേശുവുണ്ട്, 2 ആത്മാവുണ്ട്, 2 സുവിശേഷമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എവിടെയെങ്കിലും സുവിശേഷം ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ ഇത് ഏത് സുവിശേഷമാണെന്ന് വിവേചിക്കാൻ ഉള്ള കൃപ ഇനി പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം തകർന്നു പോകാൻ വളരെ സാധ്യതയുണ്ട്. എവിടെയെങ്കിലും വ്യാപരിക്കുന്ന ആത്മാവിന്റെ ചലനങ്ങൾ കണ്ടാൽ ഇത് യഥാർത്ഥ ആത്മാവാണോ അല്ലാത്ത ആത്മാവാണെന്ന് വിവേചിച്ച് മനസ്സിലാക്കുവാൻ ഒരു കൃപ പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. എവിടെയെങ്കിലും ഒരു യേശുവിനെ ഇവർ അവതരിപ്പിച്ചു കഴിയുമ്പോൾ ആ യേശു ശരിയായ യേശു ആണോ അല്ലയോ എന്ന് വിവേചിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിവേചനപരം പ്രാപിക്കേണ്ടത് ആരാ? ഇപ്പോൾ നമ്മളാ പ്രാപിക്കേണ്ടത്. ഈ വിവേചനപരം എല്ലാവർക്കും ആവശ്യമാകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് എല്ലാം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. പ്രവചനപരത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്, എല്ലാം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. അപ്പൊ നിങ്ങൾക്ക് തോന്നും പരിശുദ്ധ ദൈവികമാണെങ്കിൽ പിന്നെ ശോധന ചെയ്യുന്നതിനാ? ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവികമാണെന്ന് പറഞ്ഞാലും ശോധന ചെയ്തോണം എന്നാണ്. 1900 പൗലോസ് 1-ാം നൂറ്റാണ്ടിൽ പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം തിരുവെഴുത്തുകളിൽ, പഴയ നിയമ തിരുവെഴുത്തിൽ ഉദ്ധരിച്ചപ്പോൾ വചനത്തിൽ അത് അങ്ങനെ തന്നെയാണോ എന്ന് വീട്ടിൽ പോയി ഇരുന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ട ബരോബക്കാരെ പോലെ ഇന്നുള്ള ദൈവമക്കൾ അത് പരിശോധിക്കേണ്ടതാണ്. തിരുവെഴുത്ത് പരിശോധിച്ച് ഈ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ എന്ന് വിലയിരുത്തണം. വചനം അങ്ങനെ തന്നെയാണോ? ആത്മാവ് അങ്ങനെ തന്നെയാണോ? യേശു അത് തന്നെയാണോ എന്ന് വിലയിരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരാൾ വന്ന് പറയുക, ഇതാ ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ എന്റെ വലഭാഗെ യേശുദാൻ പ്രത്യക്ഷപ്പെടും, നിങ്ങൾക്കത് കാണുവാനും അറിയുവാനുമായിട്ട് കഴിയും, കടന്നു വരിക, സംബന്ധിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാനൊക്കെ പറഞ്ഞു കഴിയട്ടെ. എന്നിട്ട് കൂടെ പറയുക, അങ്ങനെ ആ യേശു എനിക്കെതിരായി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ ശമിച്ച് കത്തിക്കുന്നവർ യേശു ആയിരിക്കും എന്ന് പറഞ്ഞാൽ, എടാ ഈ യേശു ഏതാ? യഥാർത്ഥ സുവിശേഷം എന്നാ പറഞ്ഞേ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് തിരുവഴുത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, തിന്മ ചെയ്യുന്നവർക്കെതിരെ നന്മ ചെയ്യുവിൻ, നന്മയാൽ തിന്മയെ അതിജീവിക്കുക. ഇതാ ഒറിജിനൽ യേശു. അങ്ങനെ ഒറിജിനൽ യേശു അങ്ങനെ
ഇപ്പോൾ തന്നെ നിന്നെ ശപിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ അത് ഏതാത്മാവിലാ പറയുന്നത്? ആ ശപിക്കുന്ന യേശു യേശുവാണോ? അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് യേശുവാണ്. അത് ഡ്യൂപ്ലിക്കേറ്റ് യേശുവാണ്. ഈ ഡ്യൂപ്ലിക്കേറ്റ് യേശുവിനെ കൊണ്ട് പറഞ്ഞു പേടിപ്പിച്ച് ആളുകൾ ഒരു മുതലെടുക്കുന്നുണ്ടോ ഈ കാലഘട്ടത്തിൽ? ഞാൻ ചെല്ലുന്നതൊക്കെ പറയാറില്ല, കാക്കക്കാരി പൂർത്തിയാവൂല, ധൈര്യമായിട്ട് കിടാറുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അപ്പൊ യേശു മാറിപ്പോയി. ഇത് യേശു ഇവിടെ മാറിപ്പോയി. മറ്റൊരു കാര്യം പറയുക, എല്ലാവരും ഇങ്ങോട്ട് പോലെ നിങ്ങളെ എല്ലാം അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഞാനിത് പറഞ്ഞു വിട്ടേക്കാം. നാനാജാതി മതസ്ഥരായ ആളുകൾ ഓടിക്കൂടിയിരിക്കുന്നിടത്ത് അവരെല്ലാവരും ഒന്ന് മുട്ടുമടക്കുമ്പോൾ അവരെയെല്ലാം അനുഗ്രഹിച്ചു വിടുന്ന ഒരു യേശു പുതിയ നിയമത്തിലെ യേശു അല്ല. ആണോ? എവിടെ അനുഗ്രഹിച്ചു വിട്ടത്? 3.5 കൊല്ലം പീലാത്തോസിനെ അനുഗ്രഹിച്ചോ? ഹെരോദാവിനെ അനുഗ്രഹിച്ചോ? റോമൻ കൈസർമാരെ അനുഗ്രഹിച്ചോ? യഹൂദ മതത്തിലെ ശാസ്ത്രിമാരും പരീക്ഷന്മാരും മുട്ടുകുത്തി വെച്ച് കൈവച്ച് അനുഗ്രഹിച്ചോ? പിന്നെ ആരെ അനുഗ്രഹിച്ചത്? അനുഗ്രഹിച്ചത് വചനത്തിലുള്ളത് പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിധിവൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. അതുകൊണ്ട് ശിഷ്യന്മാരെ ശാസിച്ച അമ്മമാരെ കൊച്ചങ്ങളെ കൊണ്ട് തന്റെ അടുക്കലേക്ക് വരുവാൻ അനുവദിച്ചു. ആ കുഞ്ഞുങ്ങളെ തന്റെ കയ്യിലെടുത്തിട്ട് മാറോടണിച്ച് അവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് തിരിച്ചു കൊടുത്തു. ഇവരെയാ എന്റെ കർത്താവ് അനുഗ്രഹിച്ചത്. അല്ലാതെ പ്രായപൂർവമായി കടന്നു വന്നെങ്കിൽ എന്താ പറഞ്ഞത്? ഒരു ഇവരക്കാരെ കടന്നു വന്നിട്ട് വന്ന് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? കൽപ്പനകളെ ആചരിക്കുക. അത് ചെറുപ്പം മുതൽ ആചരിച്ചു വരികയാ. യേശുവിനെ സൂക്ഷിച്ചു നോക്കി അവനോട്, മകനെ, ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഇതെങ്കിൽ അവൻ ദുഃഖിതനായി, സമ്പന്നനായി ദുഃഖിതനായി അവൻ കടന്നുപോയതല്ലേ? അല്ലേ? എന്നാ എന്താ ഞാൻ പറഞ്ഞു, നീ അത്രയും വിഷമിച്ച് പോകണ്ട, ഇവിടെ വാ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ല. നിക്കോദീമോസ് എന്ന് പറയുന്ന യഹൂദ സമുദായത്തിലെ സന്നിധി സംഘത്തിലെ അംഗവും പരീശനും ഇസ്രായേൽക്കാരുടെ ഉപദേഷ്ടാവും അതുപോലെ തന്നെ റോമൻ ഗവൺമെന്റിൽ സ്വാധീനമുള്ളവരും യഹൂദ മതത്തിലെ ഒരു ബിഷപ്പുമായിരിക്കുന്ന നിക്കോദീമോസ് വന്ന്, നീ ദൈവത്തിൽ നിന്ന് വന്നവരെന്ന് രാത്രിയിൽ വന്ന് കർത്താവിനോട് നല്ല വാക്ക് പറഞ്ഞപ്പോൾ ആ ക്ഷണത്തിൽ തന്നെ കർത്താവ് പറഞ്ഞു, സത്യമായിട്ട് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു നിക്കോദീമോസേ, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ട് നിനക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെയോ? നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ഈ യേശു എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് പാപജീവിതത്തിൽ ജീവിക്കുന്നവനെ, കളക്ഷനെ കെടുന്നവനെ, കൊള്ളലാഭം അടിക്കുന്നവനെ, മോഷ്ടിക്കുന്നവനെ, നീക്കായിരിക്കുന്നവനെ ഒക്കെയും അവനെ അനുഗ്രഹിച്ചു വിടുന്ന ഒരു യേശു അല്ല. അവൻ മാനസാന്തരപ്പെടണമെന്ന് പറയുന്ന ഒരു യേശുവാ. അല്ലല്ല, മാനസാന്തരപ്പെടാൻ ഔവണ്ണം തന്നെ നിങ്ങൾ നശിച്ചു പോകും. അല്ലല്ല, മാനസാന്തരപ്പെടാൻ നിങ്ങൾ ഔവണ്ണം തന്നെ നശിച്ചു പോകുമെന്ന് പറയുന്ന യേശുവാ നമ്മുടെ യഥാർത്ഥ യേശു. മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് യേശുവാ. ഈ ലോകത്തിലുള്ള പാപികളെ, വിളച്ചന്മാരെ, വൃദ്ധന്മാരെ മുഴുവൻ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ച് മകളുടെ 12 എന്ന് പറഞ്ഞ് വിടുന്ന യേശു അത് ഡ്യൂപ്ലിക്കേറ്റ് യേശുവാ. അതിനെക്കുറിച്ച് ബോധം വരുത്തേണ്ടത് അവർക്ക് ബോധമില്ല. ദൈവമക്കൾ എന്ന് പറയുന്നവര്, ദൈവദാസന്മാരെന്ന് പറയുന്നവരാ ഈ ബോധം പരപരമായിട്ട് കൊടുക്കേണ്ടത്. ആകയാൽ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ട് ആ പൗലോസ് ഗലാത്യരോട് പറഞ്ഞത്, അല്ലയോ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി, ക്രൂശിക്കപ്പെട്ട മനുഷ്യരായി നിങ്ങളുടെ കണ്ണിന് മുമ്പേ ഞാനല്ലയോ പരിശുദ്ധാത്മാവിനാൽ വരച്ചു വെച്ചത്? എന്നിട്ട് ഇത്ര ക്ഷണത്തിലായി ക്രൂശിക്കപ്പെട്ട യേശുവിനെ വിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ന്യായപ്രമാണ തൽപരന്മാരായി മുഴങ്ങി വന്നവരുടെ പ്രസംഗം കേട്ട് മനം തിരിഞ്ഞു പോയി എന്നല്ലേ ചോദിച്ചത്? അതെ, യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ട് യേശുക്രിസ്തുവിനെ വരച്ചു കാണിച്ചത് ആരായിരുന്നു? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസാണ്. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയെ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ വരച്ചു കാണിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ പോലും വഴിപടിച്ച് പോയെങ്കിൽ ഇനി കുന്നുമേ പൗലോസ് നോക്കിയാൽ ഭൂലോകത്തിലുള്ള എല്ലാത്തിനും ഗുണമെടുത്താൻ പറ്റുമോ? ഒരു പൗലോസ് നോക്കിയാലും പറ്റത്തില്ല. അതുകൊണ്ട് അത്ര ഗൗരവമായ വിഷയമാണ് ഇതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്നും ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും യഥാർത്ഥമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ ഒരു സമൂഹത്തിന് മാത്രമേ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഗലാത്യലേഖനം വായിച്ചു നോക്ക്. ആ പശ്ചാത്തലത്തിലാണ് പറഞ്ഞ്, ഉത്തരം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അങ്ങനെ സ്വതന്ത്രരായവർ പിന്നെയും അടിമത്വത്തിൽ പോയി ഒതുങ്ങരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്രകാരമുള്ള 2 യേശു, 2 ആത്മാവ്, 2 സുവിശേഷം. ഞാൻ കോളേജിൽ ആത്മാക്കളെ കുറിച്ച് ക്ലാസ് എടുത്ത് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, എന്തൊക്കെ ആത്മാവാ? സാത്താന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ദുരാത്മാക്കൾ. എന്നാൽ അങ്ങനത്തെ ആത്മാവല്ല. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതി, അനുസരണക്കേട് കാണിക്കുന്നവരിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ് അത് സാത്താന്റെ ആത്മാവാ. പക്ഷെ അത് ദുരാത്മാവ് അല്ല, മറ്റേ സൈസ് ആത്മാവല്ല. ഇത് വേറൊരു സൈസ് ആത്മാവാ. വഞ്ചനയുടെ ആത്മാവ്, അത് വഞ്ചനയുടെ ആത്മാവ്, ലോകത്തിന്റെ ആത്മാവ്, അത് ലോകസ്നേഹത്തെ അകത്താക്കുന്ന ആത്മാവ്. ഇങ്ങനെ ആത്മാക്കൾ സാത്താനിൽ നിന്നാണെങ്കിലും വളരെ വേഷം കെട്ടി, വെളിച്ചത്തിന്റെ വേഷം കെട്ടി പ്രിയ ആത്മാവാണെന്ന് വരുത്തിക്കൊണ്ട് അകത്ത് കിടക്കാൻ വെമ്പൽ കൊള്ളുന്ന ആത്മാവുണ്ട്. അതിന്റെ ഉറവിടം സാത്താനിൽ നിന്നാണ്. പക്ഷെ അത് ഒരിക്കലും ഭൂതബാധ പോലെ, വെളിച്ചപ്പാട് പോലെ ഒന്നും കാണിക്കുന്ന ആത്മാവല്ല. അത് സംസ്കാരമുള്ള ആത്മാവ്, അത് പരിഷ്കാരമുള്ള ആത്മാവ്, അത് ആധുനികതയുടെ ആത്മാവ്, അത്
മനുഷ്യരുടെ ആത്മാവ് ഏതാണെന്നും ദൈവത്തിന്റെ ആത്മാവ് ഏതാണെന്നും ഇതിനാൽ അറിയാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇപ്രകാരമുള്ള ആത്മാവ് ഇത് നമ്മളിലേക്ക് കടന്നു വന്ന് ആകർഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് രണ്ടാത്മാവ്, രണ്ട് സുവിശേഷം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവർ ഇടപെട്ട് പോയാൽ, ഈ ഡ്യൂപ്ലിക്കേറ്റിലേക്ക് മാറിപ്പോയാൽ എന്താ സംഭവിക്കുന്നത്? കല്യാണ നിശ്ചയം കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ആരുടെയെങ്കിലും മക്കളെ ഒത്തുകല്യാണം കഴിഞ്ഞു, 6 മാസത്തെ അവധിക്ക് കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുക. ഈ 6 മാസത്തിന്റെ ഇടയ്ക്ക് പെണ്ണ് ആരുടെയെങ്കിലും ആകട്ടെ, ഈ ഉറപ്പിച്ച ചെറുക്കനേക്കാൾ നല്ലതെന്ന് തോന്നി വേറൊരു ചെറുക്കൻ്റെ കൂടെ പോയാൽ പിന്നെ ആ മറ്റേ ചെറുക്കനെ പെണ്ണിനെ കിട്ടുമോ? അവൻ ആണാണെങ്കിൽ കിട്ടുമല്ലോ, അല്ലെങ്കിൽ പോയി ഹൗസാണെങ്കിൽ പോയി കെട്ടട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? കല്യാണം കഴിക്കുമോ? അത് തന്നെയാണ് വിവാഹ നിശ്ചയത്തിന് ശേഷം വിവാഹം നടക്കുന്നിടം വരെ വിവാഹ നിശ്ചയം ചെയ്ത ഏകപുരുഷനെ മാത്രം കേന്ദ്രീകരിച്ച് ചിന്തിച്ച് മനസ്സ് കൊടുത്ത് ഹൃദയം കൊടുത്ത് അത് മാത്രം നോക്കി പാർത്തിരുന്നെങ്കിൽ മാത്രമേ ആ കല്യാണം ഭംഗിയായി നടക്കത്തുള്ളൂ. പക്ഷെ കല്യാണം നിശ്ചയിക്കൽ ആ സാധാരണ പ്രവർത്തനം, ഈ ആത്മാവിന്റെ പ്രവർത്തനം, ഈ വചനത്തിന്റെ വ്യാപാര ശക്തി, ഈ യേശു അപ്പൊ നോക്കി കഴിയുമ്പോൾ ആദ്യം കല്യാണ നിശ്ചയത്തിന് ശരിയാൽ കണ്ട മണവാളനേക്കാൾ സുന്ദര കുട്ടപ്പനായിട്ട് അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരാളെയായി കാണുന്നത്. അപ്പോ അന്ന് കണ്ട ആളെ പോലെ തന്നെയല്ലേ അത്. എന്നാൽ അതിനേക്കാൾ ആളെ ഞാൻ പേടിക്കൊന്നും വേണ്ട, അത് അതിനേക്കാൾ ഇപ്പൊ മെച്ചപ്പെട്ടതാ. കല്യാണം നിശ്ചയിച്ചതിന് ശേഷം നിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് ആളിനോട് ഫ്രഷ് ആയതാ. ഇപ്പോ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ ശരിയാണല്ലോ നമ്മൾ ഓർക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് നമ്മളെ ആക്കി കഴിഞ്ഞു. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോഴും അടിസ്ഥാന ഉപദേശമൊക്കെ നമുക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും. അടിസ്ഥാന ഉപദേശം വിട്ടു പോകുന്നതാണോ പറഞ്ഞത്? അല്ല, കല്യാണം നടക്കൂലെന്നാണ് കാര്യം. മനസ്സിലായില്ലേ? ഇതാണ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിന്റെ ഈ രഹസ്യം, ഈ ആഴങ്ങൾ മനസ്സിലാക്കിയാൽ ലോകത്തിൽ ഏത് വലിയ ദൈവദാസനായാലും ചെറിയ ദൈവദാസനായാലും, ഏത് വലിയ ദൈവപൈതലായാലും ചെറിയ ദൈവപൈതലായാലും കാര്യത്തിന്റെ സംഗതി മനസ്സിലാക്കി നമുക്ക് നമ്മുടെ കാര്യം നോക്കി നടക്കാതെ അത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. അതുകൊണ്ട് കാലം വളരെ മോശമാണ്, ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും നമുക്ക് ഒരു താഴത്തേക്ക് ഒന്ന് ചിന്തിക്കാം. അപ്പൊ ഇനി അത് മുഴുവൻ വായിച്ചു പോകണ്ട. ഇനി അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ പറഞ്ഞു തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. അതിനിടയ്ക്ക് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്ക്. ആ വന്ന ഗലാത്യ സഭയെ കലക്കാൻ വന്നവരെ പോലെയല്ല, ഒരു സഭക്കാരോട് പറയുക, നിങ്ങളെ കണ്ടവരെ പോലെയൊന്നുമല്ല. ഞാനെന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലനായ ഞാൻ യഥാർത്ഥ അപ്പോസ്തലനാകുന്നു എന്ന് തന്റെ അപ്പോസ്തലത്തെ സ്ഥാപിച്ച് പറയുന്ന കുറെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്നിട്ട് അപ്പൊ നിങ്ങളുടെ ഒരിക്കൽ വന്ന പാർട്ടി ഈ രണ്ട് യേശു, അതിൽ ഡ്യൂപ്ലിക്കേറ്റ് യേശുവിനെ, ഡ്യൂപ്ലിക്കേറ്റ് ആത്മാവിനെ, ഡ്യൂപ്ലിക്കേറ്റ് സുവിശേഷത്തെ പറഞ്ഞു നടക്കുന്ന പാർട്ടികൾ. ഇനി അത് ആരാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയുള്ളവർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നല്ല അപ്പോസ്തലന്മാരുണ്ട്, ഇപ്പോഴത്തെന്തുണ്ട്? കള്ള അപ്പോസ്തലന്മാരുണ്ട്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലന്റെ വാക്ക് തന്നെയൊന്നും വായിച്ച്. പിന്നെ നല്ല വേലക്കാരുണ്ട്, കപട വേലക്കാരുണ്ട്. ഇതെല്ലാം സുവിശേഷത്തിന്റെ കാര്യമല്ല പറയുന്നത്. നല്ല വേലക്കാരുണ്ട്, കപട വേലക്കാരുണ്ട്. അടുത്തത് ഇത് ചുമ്മാ എന്ന് ചോദ്യം രാത്രിയിൽ വേഷം കെട്ടി ഇറങ്ങിച്ച് പിറ്റേ ദിവസം അപ്പോസ്തലനാണെന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടികളുണ്ട്. അതല്ലേ ഇവർക്ക് കാണുന്നതെല്ലാം വേഷം കെട്ട് അല്ലേ? അപ്പോ യഥാർത്ഥ അപ്പോസ്തലന്മാരുടെ വേഷം കെട്ടുക. ഞാൻ ചോദിക്കട്ടെ, 13 മുഴം തുണിയുണ്ടെങ്കിൽ ഈ നാട്ടിൽ ആർക്കും തനിക്ക് സുബോധമില്ലാത്തവരും, ഇവിടെ മത്തായി തോന്നിയ സഹോദരൻ ബദൽ തയ്യൽ ഉണ്ട്, അവിടെ കൊടുത്താൽ തയ്ച്ചു തരും. 13 മുഴം തുണി ഇങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ കാസിന് തയ്ച്ചു തരാൻ പറഞ്ഞാൽ ആരും കൊടുത്താലും കാസിന് തയ്ച്ചു വയ്ക്കും, അളവെടുക്കും. അതിട്ടുകൊണ്ട് ഇതിലെ നടന്നാൽ, ഇതിനെ ഗർഭി കെട്ടി നടന്നാൽ ഈ പുള്ളി ആരാന്ന് പറയുന്നത്? താടിയുള്ള കാസിക്കറ്റ് അച്ഛന്മാരുണ്ട്, താടിയില്ലാത്ത അച്ഛന്മാരുണ്ട്. എപ്പിസ്കോപ്പൽ സഭകളിൽ അച്ഛനാണെന്നല്ലാതെ പിന്നെ അമ്മയാന്ന് പറയുമോ? ഇല്ല. അപ്പൊ ഇത് ആർക്കാ ചെയ്യാൻ മേലാത്തത്? പിന്നെ ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തെരഞ്ഞ് ഇയാളെ എഴുതി ആര് പട്ടം കൊടുത്തു, എന്താ സഭ ഏതാ എന്നൊക്കെ കണ്ടുപിടിച്ച് വന്നെങ്കിൽ കാലങ്ങൾ കഴിയില്ലേ? ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ പാസ്റ്റേഴ്സിന്റെ ഒരു യൂണിഫോം എന്ന് പറയുന്നത് കറുത്ത പാട്ടും എത്തക്കൈ വരെയുള്ള ഒരു വെളുത്ത ഷർട്ടുമാണ്. ക്ലീൻ ഷേവും കൂടെ ഇട്ടാൽ ഒരു ബൈബിൾ മേടിച്ച് 100 രൂപ കൊടുത്ത ഒരു ബൈബിൾ കിട്ടും. ഇത് മേടിച്ച് കൈ പിടിച്ചു ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആളുകൾ എന്താണെന്ന് വിചാരിക്കാം? ഒരു പാസ്റ്ററാണെന്ന് വിചാരിക്കുന്നു. ഏത് പാസ്റ്റർ, ഏത് സമയത്തെ പാസ്റ്റർ, എവിടുത്തെ പാസ്റ്റർ, എന്തുകൊണ്ട് പാസ്റ്റർ, ആരുടെ ഓർഡിനേഷൻ, ഏതൊക്കെ തോന്നമംഗം, ഇത് വല്ലതും അറിയുമോ? കാലങ്ങൾ കഴിയണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞത്, അതാ ഇവിടെ പറഞ്ഞത്,
പറയുന്നില്ലെങ്കിൽ അത് വെളിച്ചദൂതനായിട്ട് വരും. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം കിട്ടുന്നല്ലോ. വെളിച്ചദൂതനെ കാണുമ്പോൾ ആളുകൾ എന്താ പറയുന്നത്? സ്വർഗത്തിലെ മാലാഖ. ഒരുപക്ഷെ കന്യാമറിയാമിന്റെ അടുക്കൽ, സക്രിയ പ്രവാചകന്റെ അടുക്കൽ, യോഹന്നാൻ അപ്പോസ്തലന്റെ അടുക്കലൊക്കെ അയച്ചു പറയുമ്പോൾ ദൈവം എന്റെ ജീവിതം കൊണ്ടും എന്റെ ശരീരം കൊണ്ടും പ്രസാദിച്ച് എന്റെ അടുക്കലേക്ക് അയച്ചതായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. വെളിച്ചദൂതന്മാര്. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. പിന്നെ ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ. ആരുടെ ശുശ്രൂഷക്കാർ? സാത്താന്റെ ശുശ്രൂഷക്കാർ. സാത്താനും ശുശ്രൂഷക്കാരുണ്ടല്ലേ. അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. നോക്കിയേ, ഈ പറയുന്നതൊക്കെ ശരിയാ. ഇനി നിങ്ങൾ ഇപ്രകാരം കേൾക്കുക. യഥാർത്ഥ ദൈവസഭയ്ക്ക് പൊതുവായ അതിന്റെ പ്രവർത്തകരായിട്ട് 5 കൂട്ടം ആളുകളുണ്ട്. നമുക്ക് കാണാൻ അറിയാം. അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, ഉപദേഷ്ടാക്കന്മാര്, ഇടയന്മാര്, സുവിശേഷകർ. ഈ 5 യഥാർത്ഥ സ്ഥാനികൾ ഉള്ളതിനാൽ ആ 5 ഡ്യൂപ്ലിക്കേറ്റ് സ്ഥാനികളുണ്ട്. നല്ല അപ്പോസ്തലൻ, കള്ള അപ്പോസ്തലൻ, നല്ല പ്രവാചകൻ, കള്ള പ്രവാചകൻ, നല്ല ഉപദേഷ്ടാവ്, കള്ള ഉപദേഷ്ടാവ്, നല്ല ഇടയൻ, കള്ള ഇടയൻ, നല്ല സുവിശേഷകൻ, കള്ള സുവിശേഷകൻ. ഒറിജിനൽ ഉണ്ടെങ്കിൽ അതിനുണ്ടാകും. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായതുകൊണ്ട് ഒറിജിനൽ ഉണ്ടായതാണോ? അല്ല, അത് സംഭവമല്ല. എവിടെ ഒറിജിനൽ ഉണ്ടോ അപ്പോൾ സാത്താന്റെ പ്രവർത്തനം അതുപോലെ ഡ്യൂപ്ലിക്കേറ്റിനെ ഉണ്ടാക്കുകയാണ്. ഞാനിവിടെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, 10,000 ഒറ്റ രൂപാനോട്ട് കളനോട്ട് ഞാൻ കണ്ടിട്ടില്ല. 10,000 ഒറിജിനൽ നോട്ട് ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയില്ല. ഇപ്പൊ 500, 1000 ഒക്കെ ഉള്ളൂ. അത് ചോദിച്ചിരിക്കുന്ന നോട്ട് 1000 വരെ. അതുകൊണ്ട് 100ന്റെ കള്ളനോട്ടുണ്ട്, 500ന്റെ കള്ളനോട്ടുണ്ട്, 1000ന്റെ കള്ളനോട്ടുണ്ട്. അതും നമുക്ക് പത്രത്തിൽ കാണാം. എന്തുകൊണ്ട് 5000ന്റെ ഇല്ല, 10,000ന്റെ ഇല്ല? ഒറിജിനൽ ഇറങ്ങിയിട്ടില്ല. ഒറിജിനൽ ഇറങ്ങാതെ ഇവിടെ കള്ളനോട്ടും കൊണ്ട് ആരെങ്കിലും ഇറങ്ങിയാൽ ആ ഇറങ്ങുന്ന സെക്കൻഡിൽ തന്നെ അത് തീർന്നു പോവില്ലേ? മറ്റേതങ്ങനെയല്ല. അതെങ്ങനെയാ അറിയണമെന്ന് അറിയാൻ വലിയ പാടാണ്. പിന്നെ നിരപരാധികൾ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ നോട്ട് എവിടെ നിന്നൊക്കെ വന്നു അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇങ്ങനെയൊക്കെ പോവല്ലേ കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ ദൈവികമായ കാര്യങ്ങളുണ്ടോ അതിനെതിരായിട്ടുണ്ട് സാധാന്യമായ കാര്യങ്ങളുണ്ട്. എവിടെ ഒറിജിനൽ ഉണ്ടോ അവിടെയെല്ലാം ഡ്യൂപ്ലിക്കേറ്റും. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിൽ ഏതാണ്? അത് തിരിക്കാൻ പഠിച്ചാൽ മതി, പരിശോധിക്കാൻ പഠിച്ചാൽ മതി, പരിശോധിക്കാൻ പഠിച്ചാൽ മതി. കള്ള സന്യാസിമാരെ കണ്ടുപിടിക്കാൻ 5 ദിവസം പറയുന്നതിന് കഴിയത്തില്ല. കള്ള പാസ്റ്റർമാരെ, കള്ള അച്ഛന്മാരെയും കള്ള സുവിശേഷകന്മാരെയും കണ്ടുപിടിക്കാൻ ക്രിസ്തീയ സഭയ്ക്ക് സാധ്യമല്ല. അത് കാരണം മുസ്ലിങ്ങളുണ്ടെങ്കിൽ അത് അവർക്കും സാധ്യമല്ല. അതെങ്ങനെ സാധിക്കും? ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങളാൽ പിടിക്കപ്പെട്ട് വന്നിട്ട് പിന്നെ ഗവൺമെന്റും നാട്ടുകാരും അവരവരുടെ വകുപ്പുകാരും പോലീസും എല്ലാവരും കൂടി ഇങ്ങനെ പിടിക്കപ്പെട്ട് വരത്തുള്ളൂ. അന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് നമ്മളിങ്ങനെ മനസ്സിലാക്കണം. അതുകൊണ്ട് നോക്കിയേ, അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലം സഭയ്ക്കും പാസ്റ്റർ അല്ലെങ്കിൽ മൂപ്പനുണ്ടെങ്കിൽ അതിനും എന്തുണ്ട്? ഡ്യൂപ്ലിക്കേറ്റ് മൂപ്പന്മാരും. ഓരോ സ്ഥല സഭയ്ക്കും ശുശ്രൂഷിക്കാൻ ഡീക്കന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരുണ്ടെങ്കിൽ അതിനും കള്ളം ഉണ്ടാകും. പ്രവചനമുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ കള്ളപ്രവചനമുള്ള സ്ത്രീകൾ ധാരാളമുണ്ട്. പ്രവചനമുള്ള ഒരു പുരുഷനുണ്ടെങ്കിൽ കള്ളപ്രവചനമുള്ള പുരുഷന്മാർ ധാരാളമുണ്ട്. യഥാർത്ഥ വെളിപ്പാട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വെളിപ്പാടുള്ളവർ നികത്തിയാണ്. യഥാർത്ഥ ദൂത് പറയുന്നവരുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ദൂത് പറയുന്നവരും ചാടും. എന്ത് ഒറിജിനൽ ഉണ്ടോ, യഥാർത്ഥ പാട്ടുകാരുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പാട്ടുകാരുണ്ട്, യഥാർത്ഥ പ്രാർത്ഥനക്കാരുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രാർത്ഥനക്കാരുണ്ട്, യഥാർത്ഥ പ്രസംഗകരുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രസംഗകരുണ്ട്. ശരിയല്ലേ? ഇതെല്ലാം ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കർത്താവിന്റെ കാലം കൊണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് താഴ്ച വായിച്ചു. ഈ ഡ്യൂപ്ലിക്കേറ്റിന്റെ അവസാനം എങ്ങനെയാണെന്നാണ് ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ അവസാനം, ഈ ലോകത്തിലെ അവസാനം അവരുടെ പ്രവൃത്തിക്ക് ഇവരൊക്കെ എത്രയോ കൊല്ലമായി സത്യമാണെന്ന് പറഞ്ഞിരുന്നിട്ട് പിടിക്കപ്പെട്ടു തുടങ്ങിയില്ലേ? അപ്പോ ഇത് അവസാന നാളിൽ പ്രത്യക്ഷപ്പെട്ടു. അവസാന നാളിൽ അവരുടെ പ്രവൃത്തി അവരുടെ അവസാനം അവരുടെ പ്രവൃത്തിക്കൊപ്പമായിരിക്കും. നിങ്ങൾക്കത് മനസ്സിലായോ? ഇവരെന്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവോ, എങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിന് തക്കവണ്ണമുള്ള ഒരു അവസാനം ഏറ്റുവാങ്ങേണ്ട വരും. ശരിയല്ലേ? ഒരു ശിംശോൻ വീരപരാക്രമശാലിയായിരുന്നു, ഭയങ്കര അഭിഷേകം. പക്ഷേ ദലീലായുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ മടിയിൽ കിടന്നുറങ്ങി ഫെലിസ്ത്യർ വന്ന് പിടിച്ച് കണ്ണുകൾ പൊട്ടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ദാഗോന്റെ ക്ഷേത്രത്തിൽ ചക്കുവലിക്കാരനായി മാറിയില്ലേ ദൈവത്തിന്റെ അഭിഷിക്തൻ? ഇല്ലേ? അവസാനം എങ്ങനെ
അവസാനം ചത്തത് എങ്ങനെയാണ്? ഭാഗവത ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ ഈ കണ്ടുകൊണ്ടനെ ഈ കാരണം ഇവരെ കഷ്ടപ്പെടുത്തിയവനാ. ഇവനെ കണ്ടു രസിക്കാനായിട്ട് കൊണ്ടുവന്ന് അങ്ങനെ അതിന്റെ 2 തൂണുകൾക്കിടയിൽ കൊണ്ടുവന്ന് ഇരുത്തി. അങ്ങനെയല്ലേ? അവിടെ ബന്ധിച്ചു വെച്ചു. അവസാനം അവരുടെ ഒറ്റ പ്രാർത്ഥന, ഞാൻ ചത്തോളം അവിടെ വരാന് എന്റെ ജീവിതകാലത്തിലെ ശക്തി ഒരു ഇച്ചിരി തന്നേച്ച് ഇനി ശിവന്മാരെയുടെ പിടിച്ചടിച്ച് കൊല്ലാൻ ഞാനും ചത്തോളാം. ഒരു ശക്തി തരാമോ എന്ന് ചോദിച്ചാൽ കൂടി പിടിച്ചൊരു കൊടുക്ക് കിടക്കണം. ഭയങ്കരമായ ക്ഷേത്രം കൊടുക്കുന്നതിന്റെ ഉരുളിയാണ്. എന്നിട്ട് തന്റെ ജീവിതകാലത്ത് കൊന്നവരെക്കാൾ 30 എണ്ണത്തിന് തന്നോടും കൂടെ അവർ ഒന്നിച്ചു ചേർത്തു. എന്തൊരു അവസാനം! കാര്യം മനസ്സിലായില്ലേ? അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള അവസാനം ഉണ്ടാകും. അതൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ദൈവം പറഞ്ഞിരിക്കുന്ന അതുകൊണ്ട് എല്ലാവരുടെയും കള്ളത്തരങ്ങൾ മുഴുവൻ ഈ ലോകത്തിൽ അവരുടെ ജീവിതകാലത്ത് വെളിപ്പെടുത്തുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. വെളിപ്പെടുത്തുവാൻ ദൈവം വിചാരിക്കുന്നവരൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാത്തവരെ ന്യായവിധിയിൽ കണ്ടോളാവുന്നതിനെ അവനെ അവിടെ കാണിക്കുകയും ചെയ്യും. ഇതൊക്കെ വളരെ ശരിയാണ്. ക്രൂശന്റെ ശത്രു ഫിലിപ്പിയർ ലേഖനം 3:17 മുതൽ 19 വരെ വായിക്കുമ്പോൾ ക്രൂശന്റെ ശത്രുക്കളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ അവസാനം അവിടെ പറഞ്ഞിട്ടുണ്ട്. മതി, ബാക്കി ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട്. ലജ്ജയായാലും മാനം പോകുന്നു, ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, അവരുടെ ദൈവം വയറാണ്. ഇത് ആരെ കുറിച്ച് പറയണതാ? ഇത് ദൈവസഭക്കാരെ കുറിച്ച് പറയണതാ. ദൈവസഭയിലുള്ള ദൈവമക്കൾ ദൈവദാസന്മാരെ കുറിച്ച് പറയണത് ലോകത്തുള്ളവരെ കുറിച്ച് പറയണതാണോ? കാര്യം രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ ആരെങ്കിലും ഇപ്പോൾ ക്രൂശന് ശത്രുവായിട്ടാണ് നടക്കുക ജീവിതം. അതെന്താ അങ്ങനെ പറഞ്ഞത്? പറയാനൊന്നുമില്ല. അവന്റെയൊക്കെ അവസാനം നാശമാണ് സംഭവിക്കുള്ളൂ. അവൻ എങ്ങനെ തിരിച്ചറിയുന്നത്? അവന്റെ പ്രധാന ഐറ്റം അവന്റെ ദൈവം വയറാണ്. വയറിന്റെ ഉദരപൂരീകരണത്തിന് വേണ്ടി ആളെ അറിഞ്ഞിരിക്കുക. ജീവിത ശുശ്രൂഷയ്ക്ക് അതിന് വേണ്ടിയാണ് വയറ് ദൈവം. ലോകത്തിൽ സാമാന്യ ബുദ്ധിയുള്ളവരെല്ലാം ലജ്ജ തോന്നുന്ന വിഷയമൊക്കെ ഒരു മാനം തോന്നുന്നു. അതല്ലേ? ലജ്ജയാണെങ്കിൽ മാനം തോന്നുന്നു. സ്വർഗത്തിലെ കാര്യം ചിന്തിച്ച് നടക്കേണ്ടവൻ ചിന്ത മുഴുവൻ എവിടെയാണ്? സൂര്യന് കീഴെ ഭൂമിയിലുള്ളതാ. ഇങ്ങനെയുള്ളവർ ആരുടെ ശത്രുവാ? അതാ ക്രൂശന്റെ ശത്രു. ക്രൂശന്റെ ശത്രുവിന്റെ ലക്ഷണം അതാ. ഇവന്റെ അവസാനം എന്തായിരിക്കും? നാശം. ഇവിടെയും അങ്ങനെ തന്നെ. അതുകൊണ്ട് അത് നമ്മൾ ഓർക്കേണ്ടതാണ്. മത്തായി 24:5 എന്ന് പറയുന്നു. ഒന്ന് വായിച്ചാട്ടെ. മത്തായി 24:5, 24:24. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞു അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അന്ത്യകാല ലക്ഷണമാണ്. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ എന്റെ പേരെടുത്ത് തന്നെ വന്ന് പറഞ്ഞ് യേശു ക്രിസ്തു എന്നുള്ള പേരിൽ എത്രയോ ഈ ടൈപ്പ് ആളുകളുണ്ടെന്ന് അറിയാമോ? ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു എന്ന പേരിൽ, മശിഹ എന്ന പേരിൽ ഉണ്ട്. അതിന്റെ പുറകെ ഒത്തിരി ആളുകളുണ്ട്. 24-ാമത്തെ വാക്യം എന്നാ 24-24